നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു നിയോഗം പോലെ ആയിരിക്കാം പക്ഷെ പല ആളുകളെ സംബന്ധിച്ചോളം ആർസിമിൽ എത്തിപ്പെട്ടത്. കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഞാൻ മുഴുവൻ സമയം ആർസിഎമ്മിൽ പ്രവർത്തിക്കുന്നു. ഒരു 15 വർഷക്കാലം കോഴിക്കോട് ആർസിഎമ്മിൽ ജോലിയിലിരിക്കെ യാദൃശ്ചികമായിട്ടാണ് ആർസിഎം ഉൽപ്പന്നങ്ങൾ പരിചയപ്പെട്ടത്. ഒരു നിയോഗം പോലെ എങ്ങനെ ആർസിഎമ്മിലേക്ക് എത്തിപ്പെട്ടു എന്ന് വെച്ചാൽ എങ്ങനെ വന്നു എന്നും എങ്ങനെ ആർസിഎമ്മിൽ സീരിയസ് ആയെന്നും എന്റെ ജോലി റിസൈൻ ചെയ്തിട്ട് മുഴുവൻ സമയം ആർസിഎമ്മിൽ പ്രവർത്തിക്കുമെന്നും ഒരിക്കൽ പോലും സങ്കല്പിച്ചല്ല. കാരണം ഈ ഒരു മേഖല എനിക്ക് എല്ലാവരെയും പോലെ തെറ്റിദ്ധാരണകൾ മാത്രമുള്ള മേഖലയായിരുന്നു. അതിലുപരി ഇത് തുടക്കത്തിൽ ആർസിഎം മനസ്സിലാക്കി അല്ലെങ്കിൽ ആർസിഎമ്മിന്റെ ക്ലാസ്സുകൾ കേട്ടു തുടങ്ങിയ സമയത്ത് ആർസിഎമ്മിനെ പറ്റി പരിചയപ്പെട്ടു തുടങ്ങിയ സമയത്ത് ഇത് നല്ലതാണെന്ന് മനസ്സിലാക്കിയ സമയത്തും നല്ലതാണ്, ആർസിഎമ്മിൽ കൂടെ പണം ഉണ്ടാക്കുന്ന ആൾക്കാരെ ധാരാളം കണ്ടു, ആർസിഎമ്മിൽ കൂടെ ജീവിക്കുന്ന ആൾക്കാരെ കണ്ടു, വലിയ വലിയ ലീഡേഴ്സിനെ പരിചയപ്പെട്ടു. പക്ഷേ ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല, എനിക്കിതിൽ സക്സസ് ആവാൻ കഴിയില്ല എന്ന് എന്റെ മനസ്സിൽ ഉറപ്പായിരുന്നു. കാരണം എനിക്ക് അറിയില്ലല്ലോ, എനിക്ക് മാർക്കറ്റിംഗ് അറിയില്ല. അതിനേക്കാൾ ഉപരി ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് എനിക്ക് ബന്ധങ്ങൾ കുറവാണ്, കോണ്ടാക്ട് കുറവാണ്, വളരെ കുറഞ്ഞ ബന്ധങ്ങളേ ഉള്ളൂ. എന്റെ കോണ്ടാക്റ്റിലുള്ള കൂടുതൽ ആളുകൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു. അവരിൽ പല ആൾക്കാരോടും തുടക്കത്തിൽ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചപ്പം അവര് പോസിറ്റീവായിട്ടുള്ള സൂചനയല്ല തന്നത്. എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് അവരോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പം അവരും എന്നെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ അല്ലെങ്കിൽ എന്റെ കൂടെ വരാൻ തയ്യാറായില്ല. ഇതൊക്കെ ഒരുപാടുണ്ട്, ഒരുപാട് കേട്ടതല്ലേ. ഞാൻ ആർസിഎം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, 3 അക്ഷരം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പല ആളുകളും അവരതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്റെ കൂടെ വരാൻ തയ്യാറല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഇതിൽ സക്സസ് ആവാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ ഇന്ന് ആർസിഎമ്മിലെ സ്റ്റാർപ്പുകളാണ്. ഇത് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ആർക്കും ആർക്കും ആർസിഎമ്മിൽ സക്സസ് ആവാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് എല്ലാവരും സക്സസ് ആവുന്നില്ല? എല്ലാവരും സക്സസ് ആവുന്ന ഏതെങ്കിലും ഒരു മേഖല കാണിച്ചു തരാൻ പറ്റും? ഏതെങ്കിലും മേഖലയിൽ എല്ലാവരും സക്സസ് ആവുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ ധാരാളം, എല്ലാ തലമുറയിൽപ്പെട്ട അധ്യാപകരും നാട്ടിലുണ്ട്. എത്ര അധ്യാപകരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഓർമ്മയുണ്ട്? എത്ര ആളുകൾ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അധ്യാപനത്തിൽ? ചില ആളുകൾ അവരെ ജോലി പോലെ ഏറ്റെടുത്ത് പോകുന്നു, ചില ആളുകൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. ഏത് മേഖലയിലാണെങ്കിലും ബിസിനസ്സിൽ എത്ര ബിസിനസ്സുകാരുണ്ട് നമ്മുടെ നാട്ടില്? നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ പലചരക്കടയും സ്റ്റേഷനറി കടയും ഒക്കെ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ എത്ര ആളുകൾ വലിയ വലിയ ബിസിനസ് മാനായിട്ട് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരായിട്ട് വളർന്നു വന്നിട്ടുണ്ട്? നമ്മൾ കാണുന്ന കാലത്ത്, ചെറിയ കാലത്ത് തന്നെ തുടങ്ങിയ പല ഷോപ്പുകളും ഇന്ന് ആ ഒരു സിംഗിൾ റൂമിൽ മാറിയിട്ടുണ്ടാവും. പണ്ട് നിരപ്പലകയായിരുന്നു, അല്ലെങ്കിൽ പല മരത്തിന്റെ അടപ്പ ഡോറായിരുന്നു, ഇന്നത് ഷട്ടറായി മാറി, അല്ലെ കോൺക്രീറ്റ് ബിൽഡിംഗ് ആയി മാറി. അതിനപ്പുറത്തേക്ക് ആ വ്യക്തിക്കോ കടയ്ക്കോ കച്ചവടത്തിനോ ഒരു വ്യത്യാസമില്ലാതെ 20, 30, 40, 50 വർഷമായിട്ട് കച്ചവടം ചെയ്യുന്ന ധാരാളം ആളുകൾ നമുക്ക് പരിചയത്തിലുണ്ട്. മാഗ്നറ്റുകളായിട്ടും അംബാനിയും യൂസഫ് അലിയൊന്നായി മാറിയില്ല. അതേസമയം അവരെക്കാൾ ശേഷം ബിസിനസ് ആരംഭിച്ച പല ആൾക്കാരും കട 1-2 ആയി, 2-3 ആയി, അങ്ങനെ വലുതായി, വലിയ വീടും കാറും എല്ലാ സൗകര്യങ്ങളുമായി. എന്തുകൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രം ദാരിദ്ര്യത്തിൽ നിൽക്കുന്നു? ഓരോ മേഖല എടുത്താലും ഗൾഫിൽ പോയ ആൾക്കാർ ധാരാളമുണ്ട്. ഗൾഫിൽ പോയിട്ട് നല്ല രീതിയിൽ സമ്പാദിച്ച് ശിഷ്ടജീവിതം സന്തോഷത്തോടെ ജീവിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതേസമയം ഗൾഫിൽ 25-30 വർഷം ജോലി ചെയ്തിട്ട് പോലും ഒന്നും നേടാൻ പറ്റാതെ തിരിച്ചു വന്നിട്ട് അസുഖങ്ങളോട് കഴിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും സക്സസിന്റെ അളവുകോല് അത് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. ആർസിഎമ്മില് സക്സസ് ആവുന്ന അളവുകോൽ എന്താണ്? എന്തുകൊണ്ട് ഒരാൾ സക്സസ് ആവുന്നു, എന്തുകൊണ്ട് ഒരാൾ സക്സസ് ആവുന്നില്ല? ഒരു വർഷം കൊണ്ട് ആർസിഎമ്മില് സ്റ്റാറും റോയൽറ്റി ആവുന്ന ആളുകളുണ്ട്, 5 വർഷം കഴിഞ്ഞിട്ടും ബിഗിനറും സ്റ്റാർട്ടറിനും അപ്പുറത്തേക്ക് പോകാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ട്? എല്ലാവരും കാണുന്ന ഒരേ ആർസിഎം ആണ്, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ പ്രൊഡക്റ്റ് ആണ്, എല്ലാവരും കേൾക്കുന്ന ഒരേ ക്ലാസ് ആണ്. ഇപ്പൊ സമകാലികരായ നമ്മളൊക്കെ ഒരേ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് അടക്കം റെഗുലറായിട്ട് മീറ്റിംഗ് കേൾക്കുന്ന നമ്മൾ പല ആളുകളും കേൾക്കുന്ന ഒരേ ക്ലാസ്സുകളാണ്. ആരെടുത്താലും നമ്മൾ ഒരുമിച്ച് കേൾക്കുന്നു. നമ്മുടെ ലീഡേഴ്സിന്റെ ക്ലാസ്സുകളാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് കേൾക്കുന്നു. കമ്പനിയുടെ മീറ്റിംഗ് ആണ് നമ്മൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നു. മിനിഞ്ഞാന്ന് ചാലക്കുടിയിൽ വെച്ചിട്ട് ഇന്ത്യയിലെ ഡയറക്സിനിലെ ലെജൻഡ് ഡോക്ടർ സുരേന്ദ്രവട്ട് സാറിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. നമ്മളൊരു ഒരു വണ്ടി വിളിച്ച് നമ്മൾ പോയി. ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ഭട്ട് സാറിന്റെ ട്രെയിനിങ് കേൾക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ട് എന്തുകൊണ്ട് ആ ട്രെയിനിങ് കേട്ട കുറച്ച് ആളുകൾ മാത്രം സക്സസ് ആവുന്നു, കുറച്ച് ആളുകൾ മാത്രം അതുപോലെ ആവുന്നില്ല? അപ്പം സക്സസിന്റെ അളവുകോല് കമ്പനിയോ പ്രോഡക്റ്റോ സിസ്റ്റമോ ഒന്നുമല്ല, നമ്മളാണ്. നമ്മളുടെ മനോഭാവമാണ്. നമ്മൾ മനോഭാവമാണ്. ഈ മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത്. ഇവിടെ RCM എന്നുള്ള ഒരു മഹാത്ഭുതം, RCM ഒരു അത്ഭുതമാണ്, ശരിക്കും ഒരു അത്ഭുതമാണ്. ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിലേക്ക് വേണമെങ്കിലും മാറ്റിമറിക്കാവുന്ന വലിയൊരു അത്ഭുതം. അത്ഭുതം എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളൊരു ജോലിയിൽ എത്തിപ്പെട്ടിട്ട് ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാലും, എത്ര സ്വപ്നം കണ്ടാലും, എത്ര ഹാർഡ് വർക്ക് ചെയ്താലും, എത്ര പ്ലാനിങ് ചെയ്താലും, എത്ര പ്രിപ്പറേഷൻ ചെയ്താലും നമ്മുടെ തൊഴിൽ മേഖലയിൽ നമുക്ക് കഴിയുന്നില്ല. മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, വ്യക്തിപരമായിട്ട് നമുക്ക് വളരാനൊന്നും കഴിയുന്നില്ല, എല്ലാവർക്കും ഒന്നും കഴിയാറില്ല. എന്നാൽ ഇവിടെ നമ്മളൊരു തീരുമാനമെടുത്ത്, യെസ് എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ. നിങ്ങൾ ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു തീരുമാനം എടുക്കുകയാണ്, യെസ് എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ. RCM വന്നിട്ട് കുറെ കാലമായി, ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, എനിക്ക് കുറെ കൂടെ മെച്ചപ്പെടണം. എനിക്ക് ശേഷം വന്ന ഒരുപാട് ആൾക്കാർ RCM അച്ചീവറായി, റോയൽറ്റിയും ടെക്നിക്കലും ഒക്കെ ആയി. എനിക്കെന്താണ് കുറവ്, ഞാൻ എന്തുകൊണ്ടാവുന്നില്ല എന്നൊരു ചോദ്യം അവനവനോട് സ്വയം ചോദിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഒറ്റ വർഷം കഴിഞ്ഞതിനുള്ളിൽ നിങ്ങളുടെ ജീവിതം ടോട്ടലി മാറി. നിങ്ങളുടെ സാമ്പത്തിക നില മാറും, പിൻലെവല് മാറും, അംഗീകാരങ്ങളും യാത്രകളും എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം വന്നു ചേരും. ഇങ്ങനെ നമ്മുടെ ലൈഫിനെ ടോട്ടൽ മാറ്റാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി പരിചയമുണ്ടോ? കമ്പനികൾ ധാരാളമുണ്ട്. നിങ്ങൾ പലരും പല കമ്പനികളും പരിചയപ്പെട്ടിട്ടുണ്ടാവും. പല ആളുകളും പല കമ്പനികളും ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത RCMനുണ്ട്. കാരണം RCMൽ വന്ന ഒരാളും RCMനെ കുറ്റം പറയാറില്ല, RCMൽ വന്ന ഒരാളും RCMൽ വിട്ടച്ച് പോകാറുമില്ല. RCM വന്ന് വേറെ കമ്പനിയിൽ പോയ ആളുകളൊക്കെ ഉണ്ട്, അവരിപ്പോഴും RCM പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പല ആളുകളും RCM ഉപയോഗിച്ചിട്ടുണ്ട്. പല കമ്പനികളുടെ ലീഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ പോലും പറയുന്നത്, ഞാൻ RCM ഉപയോഗിച്ചിട്ടുണ്ട്, കൂടുതലൊന്നും അറിയില്ല. അപ്പൊ RCMനെ പറ്റി കൂടുതൽ അറിയാൻ ഭാഗ്യം സിദ്ധിച്ച നമ്മൾക്ക് അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൂടെ? എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്താതിരിക്കുന്നു? എന്തുകൊണ്ട് നമ്മൾ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താതിരിക്കുന്നു? നമ്മൾ സ്വയം ഒന്ന് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇങ്ങനെയാണോ ഞാൻ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ പോകേണ്ടത്? അപ്പോൾ ഒരു ശക്തമായ ഒരു തീരുമാനമെടുത്താൽ വലിയ ചേഞ്ച് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഇരിക്കുന്നത്. 7 സ്കിൽസ് ഫോർ സക്സസ് ഇൻ RCM. RCMൽ സക്സസ് ആവേണ്ട ഒരു 7 സ്കില്ലുകൾ. ഈ 7 സ്കില്ലുകൾ നമ്മളെ RCMന്റെ ഡയമണ്ട് ആക്കും. കറക്റ്റായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. ഒന്നാമത്തെ സ്കില്ലാണ് ലിസ്റ്റ് ബിൽഡിംഗ് സ്കില്ല്. ആ സ്കില്ല് എത്ര ആൾക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത്, എത്ര ആൾക്ക് ലിസ്റ്റ് ബിൽഡിങ്ങിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു, അവരുടെ സക്സസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ റോ മെറ്റീരിയൽ ആണ് ഈ ഒരു ലിസ്റ്റ്. ഈ ഒരു ലിസ്റ്റാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ലിസ്റ്റ് എത്രത്തോളം സ്ട്രോങ് ആക്കുന്നു, എത്രത്തോളം സീരിയസ് ആക്കുന്നു, അല്ലെ എത്രത്തോളം നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു, അത്രത്തോളം നമുക്ക് സക്സസ് ഗ്യാരണ്ടിയാണ്. എന്തുകൊണ്ട് ആളുകൾക്ക് നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല? ഇപ്പോഴും ഒരു 100 പേരുടെ ലിസ്റ്റ് സ്വന്തമായിട്ട് കയ്യിലുള്ള എത്ര ആളുകളുണ്ട്? ഇതിനകത്ത് വളരെ സീനിയർ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. 100 പേരുടെ ലിസ്റ്റ് സ്വന്തമായിട്ട് കയ്യിലുള്ള എത്ര ആൾക്കാർ? അത് സ്വയം ആലോചിക്കാനാണ് എത്ര ആളുണ്ട്. ഇനി ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ എത്ര ആളുകൾ പറഞ്ഞു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പൊ ലിസ്റ്റ് ഉണ്ടാക്കണം നിർബന്ധമായിട്ടും. ലിസ്റ്റ് ഉണ്ടാക്കാതെ, ലിസ്റ്റ് മൊബൈലിൽ കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. പല ആൾക്കാരും മനസ്സിലുണ്ട്, മൊബൈലുണ്ട് എന്ന് പറയും. കാര്യമില്ല, ഒരു കാര്യമില്ല.
ഒരു കാര്യമില്ല. ലിസ്റ്റ് നമുക്ക് പേപ്പറിൽ ഉണ്ടാവണം, ബുക്കിൽ ഉണ്ടാവണം. നമ്മളൊരു ബുക്കിൽ എഴുതി ലിസ്റ്റ് ഉണ്ടാക്കാൻ ഒരു ബുക്ക് ഉണ്ടാവണം. ആ ബുക്കിൽ ഉണ്ടാവണം ലിസ്റ്റ്. ഒരു ഒരു ബുക്ക്, ഒരു ഡയറി, നമ്മുടെ ഒരു പേഴ്സണൽ ആർസിവിന്റെ ബിസിനസിന് വേണ്ടി ഒരു ഡയറി കീപ്പ് ചെയ്യണം. അതിനകത്ത് ലിസ്റ്റ് ഉണ്ടാവണം. ലിസ്റ്റ് ബിൽഡിംഗ് ഒരു സ്കില്ലാണ്. ലിസ്റ്റ് ഇംപ്രൂവ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ പുതിയ ആളുകളെ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം ലിസ്റ്റിൽ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ ഒന്നാണ് ലിസ്റ്റ് ബിൽഡിംഗ്. രണ്ടാമത്തെ സ്കില്ലാണ് ഇൻവൈറ്റിംഗ് അല്ലെങ്കിൽ ഇൻവൈറ്റിംഗ് പ്രോസ്പെക്ട്സ്. ലിസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ആ പ്രോസ്പെക്റ്റിനെ, നമ്മൾ ആർസിഎം പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പ്രോസ്പെക്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ പഠിക്കണം. അത് ഇൻവിറ്റേഷൻ ഒരു സ്കില്ലാണ്. ലിസ്റ്റ് ഉണ്ടാക്കി ആളുകളെ വിളിക്കണം. മീറ്റിംഗ് നടത്താൻ ലീഡർ പറയുന്നു. കുറെ കാലമല്ലേ പറയുന്നത് എന്റെ വീട്ടിലൊരു മീറ്റിംഗ് നടത്തിയേക്കാം. പക്ഷേ ആളുകളെ വിളിക്കുന്നില്ല. എനിക്ക് ഉറപ്പാണ് ധാരാളം മീറ്റിങ്ങുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഹോം മീറ്റിങ്ങുകളൊക്കെ ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട്, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളോടും പറഞ്ഞ് മീറ്റിംഗ് വെക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പറഞ്ഞ് എന്നാൽ ലാസ്റ്റ് ഒരു മീറ്റിംഗ് വെക്കും. ആളുകളെ വിളിച്ചോ എന്ന് വെച്ചാൽ വിളിക്കുന്നില്ല. ആ വീട്ടിൽ ചെന്ന് കയറിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അവരെ ആളുകളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 80 മുതൽ 90% ആളുകളും വിളിക്കുന്നില്ല. പിന്നെ എങ്ങനെ വിളിക്കാതിരിക്കും? ആരെങ്കിലുമൊക്കെ വരണ്ടേ? വിനോദ് സാറിനെ വിളിച്ചു വരുത്തിയല്ലേ, അല്ലെങ്കിൽ ജയസ് സാറിനെ, സുധീർ സാറിനെ ഒക്കെ വിളിച്ചു വരുത്തിയല്ലേ എന്നുള്ള തോന്നൽ കൊണ്ട് തലേദിവസം ആരോടെങ്കിലും ഒന്നിന്റെ ആൾക്കാരോട് പറയും. അന്ന് ആ സമയത്ത് വീടിന്റെ അടുത്തുള്ള ആരെങ്കിലും ഒക്കെ പിടിച്ചുകൊണ്ടിരുത്തും. ഓഡിയൻസിനെ കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവും പിടിച്ചുകൊണ്ടിരുത്തിയാണോ ശരിക്കായിട്ട് ഇൻവൈറ്റ് ചെയ്താണോ, ലിസ്റ്റിലുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്താണോ. പലരും പറയുന്നൊരു ന്യായമുണ്ട്, എന്റെ വീടിനടുത്തുള്ള ആളുകൾക്കൊന്നും താല്പര്യമില്ല, അവരോട് ഒരുപാട് പറഞ്ഞു, അവരെല്ലാം ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ അവിടെ കല്യാണം, ഇവിടെ കല്യാണമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങളെ വീടിനടുത്തുള്ള ആൾക്കാരെ തന്നെ വിളിക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? വീടിന് തൊട്ട അയൽവാസികളെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് ആരെങ്കിലും എവിടെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ലിസ്റ്റിനകത്തുള്ള ആൾക്കാരെ വിളിക്കാനല്ലോ പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റിലുള്ള ആൾക്കാർ മുഴുവൻ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെന്നാണോ? നിങ്ങളൊരു 100 പേരുടെ ലിസ്റ്റ് എഴുതി വെച്ചാൽ ആ 100 പേരും നിങ്ങളുടെ അയൽവാസികളാണോ? അല്ലല്ലോ. നമ്മുടെ പരിചയക്കാര്, അതെവിടെ വേണ്ട, നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു 5 കിലോമീറ്റർ അപ്പുറമാവാം, 10 കിലോമീറ്റർ അപ്പുറമാവാം, 25 കിലോമീറ്റർ അപ്പുറമുള്ള ആളാവാം, 50 കിലോമീറ്റർ അപ്പുറം ഉള്ള ആളാവാം. ഒരു 50 കിലോമീറ്റർ അപ്പുറമുള്ള ആളെ നിങ്ങൾ നടത്തുന്ന ഹോം മീറ്റിംഗിലേക്ക് വിളിച്ചു വരുത്തി പങ്കെടുപ്പിക്കൂ. അവിടെ കാണിക്കേണ്ട സ്കില്ല്, അവിടെ വരട്ടെ സ്കില്ല്. വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയ ഇന്നുണ്ടെങ്കിൽ വിളിച്ചു വരുത്തുമല്ലോ. നിർബന്ധം വിളിച്ചു വരുത്തല്ലോ, നീ വന്നിരിക്കണം, ഒരു കാരണവശാലും വരാതിരിക്കരുത്, എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അവിടുന്ന് എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാൽ എക്സ്ക്യൂസ് കുറവായിരിക്കും, അത്തരം കാര്യങ്ങൾ വിളിച്ച എക്സ്ക്യൂസ് കുറവായിരിക്കും. എന്നാലും ശരി, എക്സ്ക്യൂസ് പറഞ്ഞാലോ, വന്നാവില്ല പിന്നെ നമ്മളെ യാതൊരു ബന്ധവുമില്ലേ, വന്നിരിക്കണം നിർബന്ധമായിട്ടും, അല്ലേ? 50 അല്ല 100 കിലോമീറ്റർ അപ്പുറം ആളെ വിളിച്ചു വരുത്തും. അതിനേക്കാളും പ്രാധാന്യം ഇതിന് കൊടുത്തു കഴിഞ്ഞാലോ, ഇതും പ്രധാനമല്ലേ ഇത്? അപ്പൊ ഇൻവിറ്റേഷൻ ഒരു സ്കില്ലാണ്. ആ സ്കില്ല് നിർബന്ധമാണ് വളർത്തിയെടുക്കണം. പലരും, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്, പലരോടും പറയുന്ന ഒരു തെറ്റാണ്. എന്റെ വീടിനടുത്തുള്ള ആൾക്ക്, എല്ലാവർക്കും വീടിനടുത്തൊരു ഫംഗ്ഷൻ, പല മീറ്റിങ്ങിലും ആൾ പറയുന്ന റീസൺ ആണ്, അടുത്ത അപ്പുറത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇതുണ്ട്, എല്ലാവരും അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ അവിടെ അമ്പലത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, എല്ലാവരും അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്ലബിന്റെ വാർഷികം ഉണ്ട്, എല്ലാവരും അങ്ങോട്ട് പോയി. അറിഞ്ഞില്ല, അത് മീറ്റിംഗ് വെക്കുമ്പോൾ അത് അറിഞ്ഞില്ല. നമ്മുടെ ലിസ്റ്റിലുള്ള ആളുകളാണ് വിളിക്കേണ്ടത്, അല്ലാതെ വീടിന് തൊട്ടടുത്തുള്ള ആൾക്കാരെ എന്നല്ല ഉദ്ദേശിക്കുന്നത് മീറ്റിംഗ് നടത്തുമ്പോൾ. അപ്പൊ ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണത്, സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണത്, മടിക്കുന്നതുകൊണ്ടാണത്. ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു മഹാഭാഗ്യത്തെ പുറംകാലോട് തട്ടിക്കളയാണ് നിങ്ങൾ ലിസ്റ്റ് എഴുതാതെ, ആളുകളെ ഇൻവൈറ്റ് ചെയ്യാതെ, മീറ്റിംഗ് അറേഞ്ച് ചെയ്യാതെ ചെയ്യുന്നത്. ആർസിഎമ്മിൽ ഇത്രയും കാലമായിട്ടും ഒരു ലിസ്റ്റ് എഴുതാനും അവരെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് വിളിക്കാനും, അല്ലെങ്കിൽ നടക്കുന്ന മീറ്റിങ്ങിലെ വിളിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവം കൊണ്ടു തന്നിരിക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ്. കാരണം ഇതാണ് നമ്മൾ ആളുകളെ കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗം. ആളുകളെ ആർസിയുമായിട്ട് കണക്ട് ചെയ്യാനും, അവരെ ആർസിയിൽ ജോയിൻ ചെയ്യിപ്പിച്ച് അവരെ സക്സസിലേക്ക് കൊണ്ടുപോകാനും, ഒപ്പം നമ്മുടെ സക്സസ് ഗ്യാരണ്ടി ആക്കാനും കഴിയുന്ന ഒരേ ഒരു മാർഗം ലിസ്റ്റ് ഉണ്ടാക്കലും, അവരെ ആ ലിസ്റ്റിൽപ്പെട്ട ആളുകളെ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നില്ലെങ്കിൽ ശരിക്കും ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ തട്ടിക്കളയല്ലേ ചെയ്യുന്നത്. ദൈവനിന്ദയല്ലേ അത്? ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി കൈ കൊണ്ട് തന്നിട്ട് അത് ശരിക്കും ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് ദൈവനിന്ദയല്ലേ? ദൈവം ഇനി അനുഗ്രഹിക്കുമോ? രണ്ടാമത് ഒരിക്കൽ അനുഗ്രഹിച്ചിട്ട് ഈ അവസരം കൈ തന്നിട്ട് അതിനെ നശിപ്പിച്ചാൽ വീണ്ടും അനുഗ്രഹിക്കാൻ തയ്യാറാവില്ല.
അപ്പം ലിസ്റ്റ് ഉണ്ടാക്കലും ആ ലിസ്റ്റിലേക്ക് ഇന്നുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്യലും ആണ് പ്രധാനം. ഇതിനകത്തുള്ള ലീഡേഴ്സ് അടക്കമുള്ള ആൾക്കാരുടെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിലെ ആളുകളെയാണ് നമ്മൾ മീറ്റിംഗിലേക്ക് വിളിക്കേണ്ടത്. ലിസ്റ്റ് ഉണ്ടാക്കി തന്നെ വിളിക്കണം, നിർബന്ധമായിട്ടും വിളിക്കണം. മൂന്നാമത്തെയാണ് പ്രസന്റിങ് ടു ദ പ്രോസ്പെക്ട്സ്. പ്രോസ്പെക്റ്റിനോട് പ്രസന്റ് ചെയ്യാന്നുള്ളത്. പല ആളുകൾക്ക് സംബന്ധിച്ചോളം ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ ലീഡർ വരണം. തൊട്ടുമുള്ള ഇമ്മീഡിയറ്റ് ലീഡറെ സംബന്ധിച്ചോളം ലീഡർക്ക് അദ്ദേഹം ഒരു ലീഡറാണെന്ന് മാനസികമായിട്ട് അംഗീകരിക്കുന്നില്ല. അതിന് മുകളിലുള്ള റോയൽറ്റി അച്ചീവർ വേണം. നിങ്ങൾ വിളിച്ചു നോക്കൂ, നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് തന്നെ വിളിപ്പിക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. എന്തുകൊണ്ട് ഈ വ്യക്തിക്ക്, ആ ഒരു വ്യക്തി ജോയിൻ ചെയ്തിട്ട് ഒരു ദിവസമാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പ്ലാൻ ബുക്ക് ഉണ്ട്, ടൂൾസുകൾ ധാരാളം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. ഒന്നും വേണ്ട, ആർസിഎം ഉപയോഗിച്ച അനുഭവമില്ലേ? എന്തായാലും ശരി, ആർസിഎമ്മിന്റെ പേസ്റ്റ് ഉപയോഗിച്ചു, ഉപ്പ് ഉപയോഗിച്ചു, ഓയിൽ ഉപയോഗിച്ചു, ആട്ടപ്പൊടി ഉപയോഗിച്ചു, അല്ലെ? ഇത് ബേസിക്കലി എല്ലാവരും ഉപയോഗിക്കും. ആർസിഎം ജോയിൻ ചെയ്ത എല്ലാ ആൾക്കാരും ഒന്ന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ്. ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് വരട്ടെ, ഇത്രയും സാധനങ്ങൾ ഉപയോഗിക്കല്ലോ. മുളക് ഉപയോഗിച്ചു, മല്ലി ഉപയോഗിച്ചു, ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് വെച്ചിട്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാൻ ആരെങ്കിലും പഠിപ്പിച്ചു തരണോ? ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. അയ്യോ, ഞാൻ ആർസിഎമ്മിൽ വന്നിട്ട് ഒരുപാട് കാലമായി, ഞാൻ ഒന്നുമായില്ല, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പരാതി കൊണ്ട് ഒരു കാര്യമില്ല. പ്രസന്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. വലിയ പ്രാസംഗികനാവാനോ വലിയ വലിയ വാക്കുകൾ എടുത്ത് അമ്മാനമാടോ ഒന്നും വേണ്ട. മുമ്പിലിരിക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം, ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും. അത് വ്യക്തമായിട്ട് മനസ്സിലാവണം. അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം, ഇതെനിക്കും ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി, അത് മീറ്റിംഗിലാവട്ടെ ഡയറക്റ്റ് ഇൻഡിവിജ്വൽ ആവട്ടെ, അത് വ്യക്തമായി കൊടുത്താൽ മാത്രം മതി. വാചാലരാവേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ആർസിഎമ്മിന്റെ നന്മകളും ആർസിഎമ്മിലെ ആരോഗ്യം കിട്ടിയ ആൾക്കാരുടെ കഥയും പറഞ്ഞ് അയാളെ കൊന്നു കൊല വിളിക്കണ്ട. തവണയുടെ മഹാത്മ്യം വാഴ്ത്തണ്ട. ന്യൂട്രിച്ചാർജ് കഴിച്ച് അത് കിട്ടിയ കഥ ഇത് കിട്ടിയ കഥ ഒന്നും വേണ്ട. ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. നമ്മളുള്ള നല്ല ബന്ധം വെച്ചിട്ട് നമ്മൾ പറഞ്ഞ് കേട്ട് നിൽക്കുക, സഹിക്കുകയാണ്. ജസ്റ്റ് 3 കാര്യങ്ങൾ. ഇതിൽ എനിക്ക് എന്ത് കിട്ടും, അത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം, അതോടൊപ്പം ഇത് എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. ഈ 3 കാര്യങ്ങൾ ആ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. എല്ലാവർക്കും താല്പര്യം അതാ, എനിക്ക് എന്ത് കിട്ടും, അത്രേ അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. ആർസിഎമ്മിന്റെ കൺസിസ്റ്റൻസി പ്ലാൻ, ഫ്രീ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കാമല്ലോ, വിലക്കുറവ് പറഞ്ഞു കൊടുക്കാമല്ലോ, അതിനൊപ്പം തന്നെ ഹെൽത്ത് ബെനിഫിറ്റും പറഞ്ഞു കൊടുക്കാമല്ലോ. എന്ത് കിട്ടുന്നത് അതിനകത്ത് ഞാൻ പറഞ്ഞു, കോൺസെൻട്രേറ്റ് ചെയ്ത് പറയേണ്ടത് ശരിക്കും എന്ത് കിട്ടും, സാമ്പത്തികം തന്നെയാണ്. കിട്ടുന്ന പണം പറഞ്ഞോളൂ. സിമ്പിളായിട്ട് പറയാൻ ഒരു 2 മിനിറ്റ് കൊണ്ട് പറയാൻ ശീലിക്കണം. ആർസിഎമ്മിൽ കിട്ടുന്ന പണം, 1 രൂപ പോലും മുടക്കാതെ ലക്ഷങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് വ്യക്തമായി കൊടുക്കണം. അതിന് എന്ത് ചെയ്യണം അതും വ്യക്തമായി കൊടുക്കണം. നിങ്ങൾ ആരോടും പറയണ്ട, നിങ്ങൾ സാധനം മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ നാളെ ലിസ്റ്റ് ഉണ്ടാക്കിയ ആൾക്കാരെ പ്രോസ്പെക്ട് ചെയ്യുന്നതിൽ പരാതി പറഞ്ഞ കാര്യമില്ല. പറഞ്ഞു പഠിപ്പിച്ച അതാണ്. പറയുക, നിങ്ങളിത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു 10 ആളോട് പറയുക, അവരെ നമ്മുടെ കൂടെ കൂട്ടുക. ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ബിസിനസ് വോളിയം, പർച്ചേസ് വോളിയം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ള വ്യക്തമായ ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക. ഇത് വളരെ സിമ്പിളാണ്. കാരണം എനിക്കിത് ചെയ്യാൻ പറ്റുമല്ലോ. എന്നെക്കാളിലും കണക്ഷൻ സാമൂഹ്യ ബന്ധങ്ങൾ സാറിനുണ്ടല്ലേ. സാറിന് എനിക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരോടും പറയാത്. അച്ഛാ, സിമ്പിളാണ്, ന്യായവിലയ്ക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ സാറിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാഡത്തിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് വ്യക്തമായിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പ്രസന്റേഷൻ സ്കില്ല്. അല്ലാതെ മണിക്കൂറുകൾ കയറി ഇരുന്ന് വാചാലാവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് ഇത് കിട്ടിയാൽ മതി, എനിക്ക് എന്ത് കിട്ടും, യെസ് ഇത്രയും കിട്ടൂല എനിക്ക്, അതിന് ഇന്ന കാര്യം ചെയ്താൽ മതിയല്ലോ, വളരെ സിമ്പിൾ അല്ലേ, അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും. ഇത് അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. അപ്പൊ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ലിസ്റ്റ് ബിൽഡിങ്ങിനും പ്രോസ്പെക്റ്റിനൊപ്പം ഈ പ്രസന്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇത് ഒരുപാട് കാലമൊന്നും വേണ്ട. ജോയിൻ ചെയ്ത് വിത്തിൻ 1 വീക്ക് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റൂ. അതിനുള്ള മാർഗം 1 വീക്ക് അല്ല. ഇതിനകത്ത് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാരെ എനിക്ക് ഉറപ്പാണ് ജോയിൻ ചെയ്തിട്ട് 1 ഇയറിന് മേലെ ആൾക്കാരെ ഇഷ്ടം പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ മാസങ്ങളായ ആൾക്കാരുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിലായിരിക്കും നിങ്ങൾ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. പരാതി പറയുന്നതിലോ പരാതിപ്പെടുന്നതിലോ സങ്കടപ്പെടുന്നതിലല്ല, ഈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിലാണ് പ്രഥമ പരിഗണന കൊടുക്കണം. ഫോളോയിങ് അപ്പ് പ്രോസ്പെക്ട്സ്. പ്ലാൻ കൊടുത്തു, പ്രൊഡക്റ്റ് കൊടുത്തു പോന്നു കഴിഞ്ഞാൽ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നത് നിർബന്ധമാണ്. ഈ ഫോളോ അപ്പ് ചെയ്യാന്നുള്ള സ്കില്ല് നിർബന്ധമായിട്ട് സ്വായത്തമാക്കുക.
അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ച് അവരെ ആർസിഎമ്മിലേക്ക് കണക്ട് ചെയ്യുക, ആർസിഎമ്മിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഫോളോ അപ്പ്. കൺഫ്യൂഷൻ ഒന്നുമില്ല, സംശയം ദൂരീകരിക്കല്, അവരുടെ കൺഫ്യൂഷൻ മുഴുവൻ തീർത്തു കൊടുക്കുക. പ്രൊഡക്റ്റ് കൊടുത്താൽ എങ്ങനെ ഉണ്ടായിരുന്നു, അവർ പറയുന്ന പോസിറ്റീവിനപ്പുറം നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർത്തു കൊടുക്കുക. ഒരു പ്ലാൻ കൊടുത്താൽ, ഒരു മീറ്റിംഗിൽ കൂട്ടിക്കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഫോളോ അപ്പ് ഒരു സ്കില്ലാണ്. ഞാൻ ഒരു ഫോളോ അപ്പ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ജസ്റ്റ് സിമ്പിൾ സ്കില്ല് ഞാൻ പറഞ്ഞുതരാം. പല ആളും ചെയ്യുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് തുടങ്ങാല്ലേ എന്ന് ചോദിക്കും. ഈ ആഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ, ഈ മാസം ഒന്ന് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞോട്ടെ, ഇത് കഴിഞ്ഞോട്ടെ, എക്സ്ക്യൂസ് ഒറ്റയടിക്ക് ഞാൻ റെഡി എന്ന് പറയാൻ പല ആൾക്കാരെയും ഈഗോ ഒന്നും സമ്മതിക്കില്ല. ആർസിഎം ഇഷ്ടപ്പെട്ടു, ആർസിഎം പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, മീറ്റിംഗ് കേട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു, യെസ് ഞാൻ റെഡിയാണ്, ഞാൻ ഇപ്പൊ തുടങ്ങാന്ന് പറഞ്ഞാൽ ആരും വരില്ല. അവരുടെ ഈഗോ സമ്മതിക്കില്ല. സിമ്പിളായിട്ട് ചോദിക്കാമല്ലോ. ഒരാളെ ഒരു ആർസിഎമ്മിന്റെ മീറ്റിംഗിൽ, ഹോം മീറ്റിംഗിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആവശ്യം പ്ലാൻ കാണിച്ചു, പിറ്റേ ദിവസം ചോദിക്കാമല്ലോ. അപ്പൊ കാര്യങ്ങളൊക്കെ സാറിന് ബോധ്യപ്പെട്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ നമുക്ക് സാറ് ID കാർഡ്, ആധാർ ഉണ്ടല്ലോ കയ്യിലല്ലേ, ആധാർ സാറിന്റെ ഫോൺ ഉണ്ടെങ്കിൽ ഇപ്പൊ അയച്ചു തന്നേക്ക്, അല്ലെങ്കിൽ പാസ്ബുക്ക് ഏത് ബാങ്കാണ് സാറിന്റെ, ആ ബാങ്ക് ഓക്കെ, കുഴപ്പമില്ല. നോമിനായിട്ട് വൈഫിന്റെ പേരല്ലേ, അല്ലെങ്കിൽ മോളുടെ പേര്, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പേരല്ലേ, അല്ലേ? ഇത്തരം കാര്യങ്ങളെ ചോദിച്ചാലോ. അല്ല സാറിന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അപ്പുറം നമ്മൾ സാറിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ? അപ്പൊ നമുക്ക് തുടങ്ങല്ലേ, ജോയിൻ ചെയ്യല്ലേ. ഈ ജോയിൻ ചെയ്യല്ലേ എന്നുള്ളതിനപ്പുറം അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, ആ രീതിയിൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കിയേ, സംസാരിച്ച് നോക്കിയേ, ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. അവർ നമ്മുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒന്ന് ഫോളോ അപ്പ്. ഒരു സ്കില്ലാണ്. നമുക്ക് വിശദമായിട്ട് നമുക്ക് ഈ സബ്ജക്ട് പഠിക്കാനുണ്ട്. നമുക്ക് അതിനുള്ള പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഫോളോ അപ്പ് നമുക്ക് പഠിക്കണം. ആൻഡ് ഹൗ ടു ക്ലോസ് ദ ബിസിനസ്. ഫോളോ അപ്പ് ചെയ്തൊരു ബിസിനസ് ക്ലോസ് ചെയ്യുന്നുള്ള പ്രോസസ്സാണ്. ഹൗ ടു ക്ലോസ് ദ ബിസിനസ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ക്ലോസ് ചെയ്യാം. ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും ഒരു പ്ലാൻ കൊടുത്താലും ശരി, ആ ബിസിനസ് അവിടെ സ്പോട്ടിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നത്തേക്ക് വെച്ചേക്കരുത്. പല ആളുകളും പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ടാളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവർ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, അവര് അല്ലെ, അവര് ഓക്കെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞു വെച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യം നടക്കുമോ? ക്ലോസ് ദ ബിസിനസ്. ക്ലോസിംഗ് ദ സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സ്കില്ലാണ്, ഒരു കലയാണ് ബിസിനസ് ക്ലോസിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും നമ്മളെ കൊണ്ട് പല കടക്കാരും വാങ്ങിപ്പിക്കാറുണ്ട്. നല്ല കഴിവുള്ള സെയിൽസ്മാൻ നമ്മളെ കൊണ്ട്, നമ്മൾ പോലും അറിയാതെ ആ സാധനം നമ്മളെ കൊണ്ട് വാങ്ങിക്കാണ്. കാശില്ലെങ്കിൽ ഇല്ലാത്ത കാശ് കൊണ്ട് വാങ്ങിക്കും. ദാറ്റ്സ് ദ ക്ലോസിംഗ്. ക്ലോസിംഗ് ദ സെയിൽ. ഇവിടെ ക്ലോസ് ചെയ്യാൻ പഠിക്കണം. വെച്ചേക്കരുത്. ഒരാൾക്ക് പ്ലാൻ കൊടുത്താൽ സ്പോട്ടിൽ ക്ലോസ് ചെയ്യണം. അപ്പൊ തന്നെ ആളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ കഴിയണം. അതൊരു സ്കില്ലാണ്, ഡെവലപ്പ് ചെയ്തെടുക്കണം നമ്മുടെ സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന അബദ്ധം, ഇതിൽ ഭൂരിപക്ഷം ആൾക്കാർ അബദ്ധം ചെയ്യാറുണ്ട്. ഞാൻ പല ആൾക്കാരുടെയും കൂടെ പോയി പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, അവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ നമ്മൾ ഒരുപാട് സംസാരിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവർ സംസാരിക്കണം. അവരാ സംസാരിക്കേണ്ടത്. അവർ ഒരുപാട് സംസാരിച്ചോട്ടെ, അവരെല്ലാം പറയട്ടെ. നമുക്ക് പറയാനുള്ള ഒന്നോ രണ്ടോ പോയിന്റുകൾ മതി. നമ്മൾ വെറുതെ വാചാലനാവേണ്ട ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യം. ഒരുപാട് സംസാരിക്കുന്ന, ഒരുപാട് നെഗറ്റീവ് വരുന്ന ആൾക്കാരുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, വ്യക്തമായിട്ട് മനസ്സിലാക്കി, നമ്മുടെ കയ്യിൽ ടൂൾസ് ഉണ്ടാവണം, എക്യുപ്ഡ് ആയിരിക്കണം. വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം യെസ്, അവിടെ സ്പോട്ടിൽ ക്ലോസ് ചെയ്യണം. അതിന് സെയിൽസ് ആണെങ്കിലും പ്രൊഡക്റ്റ് കൊടുക്കലാണെങ്കിലും അത് പഠിക്കണം. സ്കില്ലാണത്, ഡെവലപ്പ് ചെയ്തിരിക്കേണ്ട ഒരു സ്കില്ലാണ് ക്ലോസിംഗ് ദ ബിസിനസ്. ദെൻ ഗെറ്റിംഗ് എ പേഴ്സൺ സ്റ്റാർട്ടഡ് റൈറ്റ് ആൻഡ് ക്വിക്ക്. ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ശരിയായ രീതിയിൽ എത്രയും പെട്ടെന്ന് അയാളെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതും ഡെവലപ്പ് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ഗെറ്റിംഗ് എ പേഴ്സൺ സ്റ്റാർട്ടഡ് റൈറ്റ് ആൻഡ് ക്വിക്ക്. എത്രയും പെട്ടെന്ന് ഡിലേ വരുത്താതെ. പലപ്പോഴും ജോയിൻ ചെയ്ത പല ആൾക്കാരും ഡിലേ വരുത്തുന്നുണ്ട്. ജോയിൻ ചെയ്ത് പോന്നു കഴിഞ്ഞു, പിന്നെ കാണുന്നത് കുറെ കാലം കഴിഞ്ഞിട്ടാണ്. അല്ല, സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. എന്തൊക്കെ ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാളെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച എത്ര ആളുകളെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്? പേഴ്സണലി ആലോചിക്കും. ആണെങ്കിൽ ഈ പ്ലാറ്റ്ഫോം തികയില്ല. നമുക്ക് 1000 ആൾ പങ്കെടുക്കുന്ന പ്ലാറ്റ്ഫോം ആകേണ്ടി വരും. ഇപ്പൊ നമ്മൾ 100 ആൾ പങ്കെടുക്കുന്ന പ്ലാറ്റ്ഫോമാണ്. അത് തന്നെ വളരെ അപൂർവമായിട്ട് ആളുകൾ എണ്ണം കൂടുതൽ ഉണ്ടാകും. എന്തുകൊണ്ടാണ്? ശ്രമിക്കുന്നില്ല, സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എത്ര ആളുടെ വീട്ടിൽ പോയിരുന്ന അവരുടെ ലിസ്റ്റ് പരിശോധിച്ചിട്ടുണ്ട്, ലിസ്റ്റ് എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എത്ര ആളെ ലിസ്റ്റ് പരിശോധിച്ചിട്ടുണ്ട്? പോണം. എത്ര ആൾ അവരുടെ വീട്ടിൽ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഉറപ്പുവരുത്തിയിട്ടുണ്ട്? ഹോം വിസിറ്റ് നിർബന്ധമാണ്. അവർക്ക് 6 ബേസിക് പഠിപ്പിച്ചു കൊടുക്കാനും, സിസ്റ്റം പഠിപ്പിച്ചു കൊടുക്കാനും, ഡ്രീം സെറ്റ് ചെയ്ത് കൊടുക്കാനും
ലെവലുകൾ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം, നിർബന്ധമാണ്. ഇതിനകത്ത് ബിഗിനർ സ്റ്റാർട്ടർ ലെവലിൽ നിൽക്കുന്ന ആളുകളുണ്ട്, പുതിയ ആളുകൾ. അവരുടെ താഴെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യും. അവരുടെ കെയർ ഓഫിലോ അല്ലെങ്കിൽ ലീഡറുടെ കെയർ ഓഫിലോ പോകുന്ന ആൾക്കാരുണ്ടാവും. ഒക്കെ നമ്മുടെ ടീമിൽ നിന്ന് ആൾക്കാരല്ലേ. അവരിത് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണ്ടേ. ക്വിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, ഡിലേ വരുത്തരുത്. ജോയിൻ ചെയ്താൽ വിത്തിൻ 1 വീക്ക് അവർ സിസ്റ്റത്തിൽ കയറിയിരിക്കണം. എന്തിനു താമസിപ്പിക്കണം, എന്തിനു വെച്ച് താമസിപ്പിക്കണം, എന്തിനു നാളെ നീളം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. ഗെറ്റിംഗ് ദ പേഴ്സൺ സ്റ്റാർട്ട് റൈറ്റ്, പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരാഴ്ചക്കുള്ള ഒരു വർക്കിലാവണം, സ്റ്റാർട്ട് ചെയ്യണം. ഇതൊക്കെ തന്നെയല്ലേ പണി. രാവിലെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ ലിങ്ക് അയച്ചു കൊടുക്കാനും അവരെ പോയി സൂം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനും രാവിലെ 6 മണിക്ക് ഇന്ന് കയറണമെന്ന് പറഞ്ഞു കൊടുക്കാനും വലിയ പ്രയാസമുണ്ടോ? പക്ഷെ നമ്മൾ എണീക്കണം കേട്ടോ, ഒരു 5:45 എണീക്കണം. എന്നിട്ട് അവരൊന്ന് വിളിക്കണം, പറയാ ഞാനൊരു മിസ് കോൾ അടിക്കും കേട്ടോ എന്ന് പറയാം. വിളിച്ച് എണീപ്പിക്കണം, കുറച്ച് ദിവസം എണീപ്പിക്കാൻ വേണം, പിന്നെ കയറിക്കുള്ളൂ. അത് സിനിമയായിട്ട് കയറുന്ന പല ആൾക്കാരും അങ്ങനെയാണ്, ലീഡർ നിർബന്ധിച്ച് കയറ്റി പിന്നെ അവർ കയറ്റി. അത് നമ്മളെ ടീമിൽ പ്രാവർത്തികമാക്കണം. അപ്പം അവരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൗ ടു ബിൽഡ് ടീം ഫോർ ഇവന്റ്. ഞാൻ ഈ സ്ലൈഡ് കുറച്ച് കാണാതെ പോലുണ്ട്. ഹൗ ടു ബിൽഡ് ഫോർ ഇവന്റ്സ് എന്നാണ്. ഹൗ ടു ബിൽഡ് ഫോർ ഇവന്റ്സ്. ഇവന്റ്സിനെ ബിൽഡ് ചെയ്യാനും ഇവന്റ്സിന്റെ ആളുകളെ പങ്കെടുപ്പിക്കാനും ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് ഇവന്റ്സ്. പിന്നെ ഞാൻ ചാലക്കുടിയിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ലെജൻഡ് ഡോക്ടർ സുരേന്ദ്രഗോഡ് സാറിന്റെ ഒരു ഗംഭീര സെഷൻ. ഒരു വാഹനം അറേഞ്ച് ചെയ്ത് തന്നെ ഞങ്ങൾ പോയി. ധാരാളം ലീഡേഴ്സ് വന്നു. 25-ാം തീയതി ഒരു ഇവന്റ് കോഴിക്കോടുണ്ട്, ഫയർ അപ്പ് എന്നുള്ള പ്രോഗ്രാം. 1-ാം തീയതി, എല്ലാ മാസവും 1-ാം തീയതി കോഴിക്കോട് RCM വണ്ടർവേൾഡ് വെച്ചിട്ട് ഒരു ടീം എന്ന നിലയിൽ നമ്മൾ ബിസിനസ് പ്ലാനിങ് സെമിനാർ എന്ന വലിയൊരു ഇവന്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ 9 മാസമായി. നിങ്ങളിൽ എത്ര ആളുകൾ അത്തരം പരിപാടികളിലേക്ക് ടീമിനെ പങ്കെടുപ്പിക്കുന്നുണ്ട്? അവനവൻ തന്നെ പങ്കെടുക്കുന്ന ഉറപ്പില്ല, പിന്നല്ലേ ടീമിനെ പങ്കെടുപ്പിക്കുന്നത്. അപ്പൊ RCMൽ കൂടെ സക്സസ് ആവണമെങ്കിൽ, RCMൽ കൂടെ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ 25,000, 50,000 ലക്ഷങ്ങളൊക്കെ വരുമാനം വാങ്ങണമെന്ന് ആഗ്രഹിച്ച് വീട്ടിൽ നിന്നാ പോരാ. ഒരു ഇവന്റ് നടന്നാൽ ഇവന്റിൽ ഉണ്ടാവണം. ഒരു കല്യാണം ഉണ്ടെങ്കിൽ, കാതുകുത്തുണ്ടെങ്കിൽ, ഉത്സവങ്ങൾ ഉണ്ടെങ്കിൽ ആരുടെ സമ്മതം വാങ്ങാതെ നമ്മുടെ അവിടെ ഉണ്ടാവുമല്ലോ. ഒരു എക്സ്ക്യൂസും ഇല്ലാതെ കല്യാണത്തിനൊക്കെ തലേദിവസം മുതൽ ഉണ്ടാവും, മണിക്കൂറുകളോളം അവിടെ ചെലവഴിക്കും. വെറുതെ ഒരു പണിയില്ലെങ്കിൽ. കല്യാണ വീട്ടിലൊക്കെ പോയി നോക്കിയാൽ അറിയാം, തലേദിവസത്തെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത പോലെ വെറുതെ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നു. എന്തിനാ വെറുതെ നിൽക്കുന്നത്? എന്തിനാ അവിടെ പറഞ്ഞോ അങ്ങനെ വന്ന് നിൽക്കാൻ? അതാണ് ആവശ്യം. നമ്മുടെ ആവശ്യകത എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ ആസിമിൽ പ്രോഗ്രാം വിളിച്ചാലോ? ആലോചിക്കണം വരണമെന്ന്. എന്തുകൊണ്ടാ? മടി, സ്വതസിദ്ധമായ മടി, അലസത. ഈ മടിയും അലസതയുമല്ല ഇത്രയും കാലം ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒന്നും നേടിത്തരാതിരുന്നത്. ആർസിൽ വന്നിട്ടും അത് ഫോളോ ചെയ്യണോ? ഒരു 2-3 വർഷം ഒന്ന് മാറ്റി വെച്ചൂടെ? ആർസിമിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഒരു പോസ്റ്റർ കണ്ടാൽ, അനൗൺസ് ചെയ്യപ്പെട്ടാൽ 2 കാര്യങ്ങളെ മനസ്സിലുണ്ടാക്കാൻ പാടുള്ളൂ. ഒന്ന്, എത്ര ആളുകൾ എനിക്ക് പങ്കെടുപ്പിക്കാം, എത്ര ദൂരമാവട്ടെ. 2 കാര്യങ്ങളല്ല, ഒറ്റ കാര്യം മനസ്സിൽ വരാൻ പാടുള്ളൂ. എത്ര ആളുകളെ എനിക്ക് അതിനകത്ത് പങ്കെടുപ്പിക്കാൻ കഴിയും? ഞാൻ പങ്കെടുക്കുന്നില്ലെന്നൊരു ചോദ്യമില്ല. ചാലക്കുടിയിൽ പ്രോഗ്രാം അനൗൺസ് ചെയ്യപ്പെട്ട സമയത്ത് ഞാൻ എന്റെ ഡേറ്റ് കുറിച്ചിട്ട് 25-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി ചാലക്കുടി സുരേന്ദ്രഗോഡ് സാറിന്റെ പ്രോഗ്രാമാണ്. അന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ചോദ്യമല്ല. ഞാൻ അവിടെ ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാവണമല്ലോ. എത്ര ആളുകളെ എനിക്ക് പങ്കെടുപ്പിക്കാം, അത് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ മനസ്സിലെ ചിന്ത അത് മാത്രമായിരിക്കും. 1-ാം തീയതി പ്രോഗ്രാമിൽ എത്ര ആളെ പങ്കെടുപ്പിക്കാം. അല്ലാതെ ഞാൻ പോകണമെന്നല്ല ആലോചിക്കും, 100 വട്ടം ആലോചിക്കും. അത് ഇന്നലെ കേട്ടത് അന്ന് പറഞ്ഞല്ല, അതൊന്നും പറയുന്നത് ഇപ്പൊ പറഞ്ഞല്ലേ, അതല്ലേ പറയാനുള്ളൂ. പക്ഷെ പറയുന്ന രീതി വ്യത്യാസമുണ്ട്. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ കേൾക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്ന ആളുകൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. അപ്പോ ഇവന്റിന് ആളുകളെ തയ്യാറാക്കലും സ്വയം പങ്കെടുപ്പിക്കലും ഒരു വലിയ സ്കില്ലാണ്. ആ മാനസികാവസ്ഥയിലേക്ക് വരണം. വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇവന്റ്സ് മിസ്സാക്കാൻ പാടില്ല ഒരു കാരണവശാലും. ഒരു ഇവന്റ് മിസ്സാക്കുക. സ്വന്തം മകളെ വീട്ടിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്ന ദിവസമാണ് ഇന്നലെ ആങ്ങളെയും അച്ഛനും സുരേന്ദ്ര സാറെ മീറ്റിങ്ങിന് പോയത്. നമ്മുടെ JC സാറും മകനും ഇതിനും അലച്ചു നോക്കണം. വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് അത് ഒഴിവാക്കിയിട്ട് ഇവന്റിന് പോവുക. സക്സസിന്റെ റേഷ്യോ ആണ്. രണ്ടുപേരും സക്സസ് ആവുന്നുണ്ടല്ലോ, സക്സസ് ട്രാക്കിലാണുള്ളത്.
ആലോചിക്കും, നമ്മൾ വരാതിരിക്കാൻ എന്തെല്ലാം എക്സ്ക്യൂസുകൾ കണ്ടെത്തുന്നു. എന്നിട്ട് വരാതിരുന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇവന്റിൽ പങ്കെടുക്കാതെ എന്താണ് ചെയ്യുന്നത്? ഒരു 100 രൂപ ടിക്കറ്റോ ഒരു 300 രൂപ ടിക്കറ്റോ അല്ലെങ്കിൽ വരെ പോകേണ്ട യാത്രാക്കൂലി മേടിച്ചിട്ട്, അല്ലേ? ഒരു 100 രൂപ മുടക്കാൻ മടിച്ചിട്ട് അതിൽ പങ്കെടുക്കാത്ത വ്യക്തി അന്ന് ഉച്ചയ്ക്ക് 200 രൂപ മുടക്കിയിട്ട് ബിരിയാണി കഴിക്കും. കാശില്ലാത്തതുകൊണ്ടല്ല പങ്കെടുക്കാൻ, ബിരിയാണിക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഈ 100 രൂപയ്ക്ക് നഷ്ടമാണ്. ഈ പ്രോഗ്രാമിൽ വന്നിട്ട് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന ആളുകൾ, ചായ ഉണ്ടോ, കടിയുണ്ടോ, ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ലൈഫ് മാറ്റം വരുത്തണ്ടേ? ലൈഫിൽ മാറ്റം വരുത്തണ്ടേ? ഇങ്ങനെ പോയാൽ മതിയോ? ഇങ്ങനെ പോയാൽ മതിയോ? ഇതല്ല ജീവിതം. ഇതല്ല ജീവിതം. ഒരു മെച്ചപ്പെട്ട ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട ജീവിതം, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും എന്തും തരാൻ കഴിയുന്ന ജീവിതം. ഒരു അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ നമുക്ക് ചോദിച്ചാൽ എന്തും കിട്ടുന്ന ഒരു വലിയൊരു അത്ഭുതമാണ് RCM. ആ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മാറണം, നമ്മൾ ചേഞ്ച് ആവണം. ആയേ പറ്റൂ, വേറെ വഴിയില്ല. ഈ ഒരു സ്കില്ലുകൾ നമ്മൾ സ്വായത്തമാക്കിയേ പറ്റൂ. മീറ്റിംഗിൽ പങ്കെടുത്തേ പറ്റൂ, ലിസ്റ്റ് എഴുതിയേ പറ്റൂ, ലിസ്റ്റിൽ ആൾക്കാരെ പ്ലാൻ കാണിച്ചേ പറ്റൂ, അവരെ ഫോളോ അപ്പ് ചെയ്തേ പറ്റൂ, അവരെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. ഇതൊന്നും വലിയ വലിയ എഫേർട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വലിയ എഫേർട്ടില്ല. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പിടിച്ചു വെച്ചിരുന്ന ആ മടി ഉണ്ടല്ലോ, ആ ഒരു മടി, സുഖത്തിൽ കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ. ഉറപ്പാണ് ഈ മീറ്റിംഗ് കേൾക്കുന്ന നല്ല ശതമാനം ആൾക്കാരും ഉറക്കത്തിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കിടക്കുന്ന കിടക്കയിൽ നിന്ന് എണീച്ചിരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. എണീച്ചിരിക്കാൻ പോലും തയ്യാറാത്ത ആൾക്കാരെ ഇഷ്ടം പോലെ. സക്സസ് വരാത്ത കാര്യം. ദൈവത്തിന് എങ്ങനെ നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയും? ദൈവത്തിനും ഒരു പരിധിയില്ലേ? അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാവണ്ടേ, റെഡി ആയിട്ടുണ്ടാവണ്ടേ? റെഡി ആവണം. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഇത്രയും വലിയ നിധി കുംഭത്തിന്റെ മേലെ ഇരിക്കുന്നു. ലക്ഷങ്ങൾ, വലിയൊന്നും എഫേർട്ടൊന്നുമില്ല, ലക്ഷങ്ങളും കോടികളും വരുമാനമായിട്ട് RCMൽ വരുത്താൻ കഴിയുന്ന നിധി കുംഭം. വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു നിധി കുംഭം അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം. നിധി ഉണ്ടെന്ന് കൊണ്ട് കാര്യമില്ലല്ലോ, നിധി എടുക്കാൻ കഴിയണം. മടി മാറ്റി വെക്കുക, ശക്തമായിട്ട് ഇറങ്ങിത്തിരിക്കുക. എന്താണോ ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്യുക. എത്ര ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്യാം. സ്കില്ലുകൾ നമുക്ക് സ്വായത്തമാക്കിക്കൊണ്ടേയിരിക്കാം, പഠിച്ചുകൊണ്ടേയിരിക്കാം, ആളുകൾ അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ കൂട്ടത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. RCMൽ കൂടെ വരുമാനം വാങ്ങിക്കുന്ന, RCMൽ കൂടെ വാഹനം വാങ്ങിക്കുന്ന, RCMൽ കൂടെ വീട് വാങ്ങിക്കുന്ന, RCMൽ പണം ഉപയോഗിച്ച് മക്കളെ പഠിപ്പിക്കുന്ന, നല്ലതിൽ പഠിപ്പിക്കുന്ന, RCMൽ പണം ഉപയോഗിച്ച് യാത്രകൾ പോകുന്ന, RCMൽ പണം ഉപയോഗിച്ച് എൻജോയ് ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഒരു ടീമായിട്ട് പ്രവർത്തിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു. ജയ് RCM.